സത്യം പറഞ്ഞാൽ ഞാനത് കണ്ടില്ല. ഞാനിപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് വിളിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്. അതെന്താ വെച്ചാൽ മൂത്ത മോൻ അവൻ്റെ വ്ളോഗ് ജസ്റ്റ് എടുത്തായിരുന്നു വീട്ടിൽ. അപ്പം കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീടായതുകൊണ്ട് ഇപ്പം ഞാൻ അവിടെ ഇല്ലായിരുന്നു, ഞാൻ അറിഞ്ഞു പോലുമില്ല. അപ്പം പെട്ടെന്ന് ഈ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് എല്ലാം തുണിയൊക്കെ നനഞ്ഞ തുണിയൊക്കെ നമ്മളെല്ലാവരും ഇടുന്നതാണ്, കട്ടിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ അത് പോട്ടെ, അത് പെട്ടെന്ന് വന്ന് എല്ലാവരും അത് അവാർഡ്, എൻ്റെ അവാർഡെല്ലാം ഞാനെടുത്ത് മേശപ്പുറത്ത് വെച്ചിട്ട് സൂചിയുടെ അവാർഡെല്ലാം എടുത്ത് ഉപേക്ഷിച്ച നിലയിൽ നിന്നാണ് വന്നത് വാർത്ത. സത്യം പറഞ്ഞാൽ അങ്ങനെയല്ല. കുഞ്ഞെന്ന് പറഞ്ഞാൽ അവൻ ഈ കുഞ്ഞു കളിയുടെ കുഞ്ഞു പ്രായമാണ് അവൻ ഈ നല്ല നല്ല സാധനങ്ങൾ എൻ്റെ ഫോണാണേലും എടുത്ത് പാത്ത് കൊണ്ടുപോയി നശിപ്പിക്കും. കുഞ്ഞു പിള്ളേരല്ല, ആ പ്രായമാണ്. അതുപോലെ സൂചിയുടെ അവാർഡുകളൊക്കെ നമുക്ക് എന്നും ഓർമ്മിക്കാനുള്ളതാണ്. അതെടുത്ത് അവിടെ വെക്കാനുള്ള സൗകര്യമില്ല, ഒരുപാടുണ്ട് അവാർഡുകൾ, പകുതി കൊല്ലത്തും പകുതി ഇവിടെ ആയിട്ട്. അപ്പം അത് കുഞ്ഞെടുത്ത് കളയാതിരിക്കാൻ അവൻ കാണാതെ അവൻ സ്കൂളിൽ പോയ സമയം കൊണ്ട് ഞാനതെല്ലാം എടുത്ത് അടുക്കി പെറുക്കി ചാക്കിനകത്ത് കിട്ടി എൻ്റെ റൂമിൽ തന്നെ കട്ടിലിൻ്റെ ഐഡിയിൽ ഞാനത് സേഫായിട്ട് വെച്ച സാധനമാണ്. ഞാൻ അറിഞ്ഞില്ല കുഞ്ഞെടുക്കുമെന്നോ ഇതിങ്ങനെ വരുമെന്നോ ഒന്നും അറിഞ്ഞില്ല. അല്ലാതെ എൻ്റെ അവാർഡുകൾ ഞാൻ ബാഗിൽ നിന്ന് ഷൂട്ട് കഴിഞ്ഞല്ല അവാർഡ് കഴിഞ്ഞ് വരുമ്പോഴത്തേന് ഞാൻ ബാഗിൽ നിന്ന് എടുത്ത് ആ മേശപ്പുറത്തോട്ട് വെക്കുന്നത്. അല്ലാതെ എൻ്റെ മാത്രം അവാർഡ് എടുത്ത് വെച്ചതോ സൂചിയുടെ അവാർഡിനെ എടുത്ത് നശിപ്പിച്ചതോ ഒന്നുമല്ല. ഇതാണ് സംബന്ധിച്ച കുഞ്ഞിനെ സംബന്ധിച്ച് അവൻ ആ പ്രായമാണ്. അവനതെടുത്ത് നശിപ്പിച്ച് കഴിഞ്ഞാൽ എനിക്ക് പിന്നെ അതൊരു വിഷമമാകും. ചേട്ട ആ ഒരു അവാർഡുകൾ ലാസ്റ്റ് കിട്ടിയ ആ ഒരു അവാർഡിനകത്ത് ആക്സിഡന്റ് അടിയിൽ പിടിച്ചേക്കുന്ന അവാർഡായിരുന്നു. അപ്പോൾ 24ന്റെ കണക്റ്റഡ് പ്രോഗ്രാമിന് കിട്ടിയത്. അത് ഇടിച്ചിട്ട് അതിൻ്റെ സൈഡ് പോയിട്ട് അതിൻ്റെ ഒരു ബ്ലഡ് ഏട്ടൻ്റെ കൈ ഇങ്ങനെ വെച്ച് ആ ബ്ലഡിൻ്റെ ആ അടയാളം പോലും ഞാനത് മായ്ക്കാതെ അതുപോലെ വെച്ചേക്കുവാണ്. ആ അവാർഡ് മാത്രം ഞാൻ വേറെ എടുത്ത് വെച്ചേക്കുവാണ്. ബ്ലഡ് മാഞ്ഞു പോയാൽ എനിക്ക് പിന്നെ സൂചിക്കേണ്ട വേറെ ഒന്നും കിട്ടത്തില്ല. അപ്പോൾ അത്രയ്ക്ക് ഞാൻ സേഫായിട്ട് വെച്ചാണ്. പക്ഷേ ഇത് ഞാൻ ചാക്കിനകത്ത് കെട്ടി വെച്ച വേറൊരു സ്ഥലമില്ല അത് സേഫായിട്ട് വെക്കാൻ. അതിന് ഞാനൊരു നല്ല അവാർഡെല്ലാം ചാക്കിനകത്ത് വെച്ചതാണ്, അല്ലാതെ ഉപേക്ഷിച്ചതൊന്നുമല്ല. നിങ്ങൾ കാര്യം അറിയാതെ ഇങ്ങനെ വെറുതെ ഇട്ട് ക്രിട്ടിസൈസ് ചെയ്യുമ്പോഴാണ് നമ്മൾ മാനസികമായിട്ട് സത്യം പറഞ്ഞാൽ തകർന്നു പോകുന്നത്. ഒരു പരിധി വരെ നിങ്ങൾ ഈ നിങ്ങൾ കാര്യം അറിഞ്ഞിട്ടുണ്ട് അല്ല എന്നോട് ചോദിക്കണം, രേണു എന്താണ് സംഭവം, എന്നാണ് ഞാൻ കാര്യം പറയും. ഇത് ഞാൻ ഇന്ന് രാവിലെയാണ് എൻ്റെ ഫ്രണ്ട്സ് വിളിച്ച് പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന്. അത് ആക്ച്വലി അത് ആരാണ് ചെയ്തത്? വ്ളോഗ് ചെയ്തപ്പോഴാണോ? വീഡിയോ കിച്ചുവാണ് വ്ളോഗ് ചെയ്തത്, ഞാനില്ലായിരുന്നു വീട്ടിൽ. അവൻ്റെ വീടല്ല, അവൻ്റെ അനിയൻ്റെ വീടാണ്. അപ്പോൾ അവാർഡ് കുഞ്ഞെടുത്തോണ്ട് വരുന്നുണ്ട് ചാക്കിനകത്ത് ഞാൻ സേഫായിട്ട് ഇട്ടതാണ്, സേഫായിട്ട് വെച്ചാണ് കുഞ്ഞെടുത്ത് കളയാൻ. കാരണം സൂചിയുടെ ഫോട്ടോ അതുപോലെ പെർഫ്യൂം ഒക്കെ അവിടെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു വരുമ്പോൾ എടുത്ത് കുഞ്ഞു പിള്ളേരല്ലേ അവരെടുത്ത് പൊട്ടിച്ച് തന്നെ എടുക്കും. അത് ഞാൻ സേഫായിട്ടെല്ലാം വെക്കണതാണ്. കാരണം ഞാനൊരു ദിവസം ഷൂട്ട് കഴിഞ്ഞ് സൂചിയുടെ കണ്ണെഴുതി പൊട്ടു വിട്ടേക്കുന്നത്. ഞാൻ പറഞ്ഞു എന്തുവാ മോനെ, അച്ചാച്ചനെ സുന്ദരനാക്കിയതാണ്. ഞാൻ മോനെ അങ്ങനെ ചെയ്യല്, പിന്നെ അതെല്ലാം തുടച്ച് വൃത്തിയാക്കി വെച്ചാൽ. അതുപോലെ ആ ചിന്നു തന്ന പെർഫ്യൂം അവിടെ വെച്ച് കഴിഞ്ഞാൽ അവൻ തിരിച്ചു വരുമ്പോൾ ചിലപ്പോൾ കടിച്ച് പൊട്ടിച്ച് അത് കുപ്പിയല്ലേ, പൊട്ടിച്ചാൽ തീർന്നു. അപ്പം അതുപോലെ ഞാൻ സേഫാക്കി എടുത്ത് വെച്ച സാധനമാണ്. ഞാനിപ്പോൾ ഇങ്ങനെ വന്നത്. അറിയാലോ എല്ലാം. ഞാനും വരട്ടെ. ഇതാണോ ഋതപ്പൻ്റെ റൂം? ഇതാണോ ഋതപ്പൻ്റെ റൂം? അല്ലേ? ഇതാണോ? ഫോട്ടോ കാണിച്ച എന്തോ നീ തപ്പുന്ന? ആരുടെ? എന്തോ ട്രോഫി? പാട്ട് പാടിയ ട്രോഫി? 10,000 ട്രോഫികളുണ്ടോ? ഓഹോ. ഫുഡ് കഴിച്ചോ? ആ. ഓഹോ. ഓഹോ.
പണ്ട് വയറ്റിലായിരുന്നപ്പോ കല്യാണം കഴിക്കുന്നതാ. ഞാനുണ്ടായിരുന്നല്ലേ അപ്പം. ചിത്രത്താത്ത അപ്പൊ അവിടെ അറിയുന്നു. ഞാൻ ഒരു കല്യാണം കഴിക്കുമ്പോ ഞാൻ ആ സൈഡിൽ ഉണ്ടായിരുന്നില്ലേ? അപ്പൊ ചിത്രത്താത്തയും വരണ്ടായിരുന്നു. ആ ഞാനും ഉണ്ടായിരുന്നു. ചിത്രത്താത്ത ഏത് ഡ്രസ്സാണ് അതിനിട്ടെ? ഞാൻ ഇട്ട ഡ്രസ് ഒന്നും ഓർമ്മയില്ലല്ലോ. ഓർമ്മയില്ല. പിന്നെ ഞാൻ വയറ്റിലില്ലേ, വൈറ്റ് കിടന്നപ്പോ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ ഇതൊക്കെ. ഞാനും കണ്ടിട്ടുണ്ടല്ലോ. അങ്ങനെ ഞാൻ ആശുപത്രി വെച്ച് കണ്ടിട്ടുണ്ടല്ലോ. ഞാൻ അങ്ങനെ അത് വലുതായ പറയട്ടെ. എങ്ങനെ വലുതായോ? തന്നെ തന്നെ എന്നാ വലുതായ തന്നെ. ആ പറ. അറിയില്ലേതാ വയറ്റില് കിടക്കുവല്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴായപ്പോ ഞാൻ വയറ്റിൽ കിടക്കുവാനായിരുന്നു. ഇപ്പോഴായപ്പോ അപ്പോൾ ഞാൻ കണ്ണ് തുറന്നു നോക്കി. അപ്പോൾ ഞാൻ ഉടുപ്പും പിന്നെ ഡ്രസ്സും ഒക്കെ ഇട്ടേക്കുവാനായിരുന്നു. അങ്ങനെയാണ്. അല്ല, പണ്ട് ഈ വീട് ആരുടെയാണെന്ന് മനസ്സിലായോ? ആരുടെയാ? ചേട്ടന്റെ. അതെ. നമ്മുടെ കുഞ്ഞ് ഋതപ്പന് ആ പ്രായമാണ്, കുഞ്ഞാണ്. അപ്പം അവൻ അതെടുത്ത് നശിപ്പിക്കുന്നത് പാത്തിരുന്ന് കളിക്കും. അവൻ അതെടുത്തിട്ട് ചിലപ്പം തടിയല്ലേ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒടിച്ചു കളഞ്ഞാൽ പിന്നെ ഒരിക്കലും അത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല നമുക്ക്. അതുകൊണ്ട് ഞാനതെടുത്ത് സൂക്ഷിച്ച് വെച്ചതാണ് ഓരോ അവാർഡുകൾ. കാരണം നമുക്കിനി മുന്നോട്ട് എന്തെങ്കിലും കാര്യങ്ങൾക്ക് അവാർഡ് വെക്കാനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ സെറ്റാക്കിയിട്ട്, വീടിനകത്ത് അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ല. കമന്റ് ബോക്സിൽ വന്നേക്കുന്നത് എന്താണ്? രേണുവിന്റെ അവാർഡ് എടുത്തിട്ട് മുകളിൽ വെച്ചു, സുധിച്ചേട്ടന്റെ അവാർഡ് എടുത്തിട്ട് കട്ടിലിന്റെ അടിയിൽ വെച്ച് ഒളിപ്പിച്ചു. അങ്ങനെ കമന്റ് ബോക്സ് രേണുവിന് ഒരു മാസം കൊണ്ടല്ലേ ഇത്രയും ഒരു 5 അവാർഡ്. അതെല്ലാം ഞാനിങ്ങനെ വരുമ്പോൾ അങ്ങനെ എടുത്ത് വെക്കുന്നതല്ലാതെ സൂക്ഷിച്ച് വെച്ചതല്ല. സുധിച്ചേട്ടൻ്റെ അവാർഡ് കുഞ്ഞ് കളയാതിരിക്കാൻ വേണ്ടി. കുഞ്ഞല്ലേ, അവൻ ആ പ്രായമാണ്. ചേച്ചിയുടെ മക്കളും കൂടെ അവിടെ വരുമ്പം ഇവർ 3 പേരും കൂടെ ഞാൻ അറിയാതെ ഫോൺ എടുത്ത് കളിക്കും. ഒരു ദിവസം ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ സൂചിച്ചേട്ടൻ്റെ പൊട്ടും കണ്ണ് എഴുതിയേക്കുന്നു. സൂചിച്ചേട്ടൻ്റെ ഫോട്ടോ ഞാൻ അച്ഛനെ ഒരുക്കിയതാന്ന്. ഞാൻ പറഞ്ഞ മോനെ അങ്ങനെ ചെയ്യരുത്. സൂപ്പറാണോ? ഓക്കെ, ഞങ്ങൾ പോവുകയാണ്. ബാക്ക് ടു കൊല്ലം. വിഷമാണോ? ഓക്കെ.